കൊണ്ടുവരണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പെരിന്തൽമണ്ണ സ്വദേശിയുമായ മുഹമ്മദ് ഷെരീഫിനെ നമുക്ക് നല്ലൊരു കയ്യടിയോടുകൂടി ഈ വേദിയിലെ ടോസ്റ്റ്മാസ്റ്ററിന്റെ ഉള്ളതിന് നല്ല കയ്യടി. 22,000 അംഗങ്ങളുള്ള ഒരു വൻ പ്രസ്ഥാനം. മറ്റുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഇത് പ്രസ്ഥാനമെങ്കിലും നമുക്ക് വേണമെന്ന് നമുക്ക് തോന്നിയില്ലെങ്കിൽ ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഉദ്ഘാടനം ചെയ്താൽ വായിക്കുമ്പോൾ സന്തോഷിക്കുന്നവന് ദുഃഖവും ദുഃഖിക്കുന്നവന് സന്തോഷം തോന്നണം. കുറെ നാളത്തെ ആലോചനകളൊടുവിൽ മന്ത്രി ഇങ്ങനെ എഴുതി വെച്ചു, ഈ നേരവും കടന്നു പോകും. സന്തോഷത്തിൽ അഹങ്കരിക്കുന്നവർ താക്കിയെന്ന പോലെ ദുഃഖിക്കുന്നവന് പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ നൽകുന്ന ഒരു വാക്യം. അതെ, ഈ നേരവും കടന്നു പോകും. ഖത്തർ മലയാളം ടോസ്റ്റ്മാസ്റ്റർ ക്ലബിന്റെ അധ്യക്ഷൻ ടോസ്റ്റ്മാസ്റ്റർ മുഹമ്മദ് ഷെരീഫ് സാർ, ടോസ്റ്റ്മാസ്റ്റേഴ്സ് വിശിഷ്ടാതികളെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. മനുഷ്യന്റെ കൈകടത്തുകൾക്ക് അതീതമാണ്. സമയത്തെക്കുറിച്ച് ആദ്യമായി ശാസ്ത്രീയ പഠനം നടത്തിയത് ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായ ഗലീലിയോ ആയിരുന്നു. മനുഷ്യന്റെ നിർവചനത്തിൽ സമയത്തിന് ഏറ്റവും ചെറിയ കഷ്ണമാണ് സെക്കൻഡ്. ഭൂമിയുടെ ഭ്രമണത്തെ അടിസ്ഥാനമാക്കിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 24 മണിക്കൂർ ഒരു ദിവസവും ഒരു സെക്കൻഡ് 0.00012 ദിവസവുമാണ്. സമയത്ത് അളക്കുവാൻ മെഴുകുതിരി ഘടികാരം മുതൽ തുടങ്ങി മണൽ ഘടികാരം അഥവാ അവർ ഗ്ലാസ്, വാട്ടർ ക്ലോക്ക് എന്നിങ്ങനെ സമയം കിരുകൃത്യമായി അളക്കുന്ന സമയം ഞാൻ കൃത്യമായി രേഖപ്പെടുത്തി വെക്കും. ഓരോരുത്തർക്കും അനുവദിച്ച സമയം ഞാനിവിടെ വായിക്കുന്നു. തയ്യാറാക്കിയ പ്രഭാഷണങ്ങൾക്ക് അതേ സമയം T1 4 മിനിറ്റ് പച്ചയും 5 മിനിറ്റ് മഞ്ഞയും 6 മിനിറ്റ് ചുവപ്പും തന്നു. ACS വ്യാകരണ വിദഗ്ധൻ എന്ന നിലയിൽ നിക്ഷിപ്തമായിരിക്കുന്നത് രണ്ട് കർത്തവ്യങ്ങളാണ്. ഒന്ന്, ഇന്നത്തെ വാക്ക് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഈ യോഗത്തിൽ ഞാൻ അവതരിപ്പിക്കുന്ന വാക്ക് ധന്യം. അതിൻ്റെ അർത്ഥം അർത്ഥവത്ത് ആനന്ദപൂർണ്ണം എന്നൊക്കെ പറയാം. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിക്കുന്ന നേരത്ത് നമുക്ക് ജീവിതം ധന്യമാണെന്ന് തോന്നണമെങ്കിൽ പച്ചയായ കലർപ്പില്ലാത്ത സാമൂഹിക പ്രതിബദ്ധതയുള്ള മനുഷ്യനായി ജീവിക്കണം. എല്ലാവരും ഇന്നത്തെ യോഗത്തിൽ ഈ വാക്ക് പരമാവധി ഉപയോഗിക്കണമെന്ന് വർദ്ധിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി സമയം വിനിയോഗിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇന്നത്തെ തയ്യാറാക്കിയ പ്രസംഗങ്ങളിൽ ആദ്യത്തെ അവതരിപ്പിക്കുന്നത് ടോസ്റ്റ് മാസ്റ്റർ വേദികളെ തന്റെ ചടുലമായ പ്രസംഗങ്ങൾ കൊണ്ട് പൂരിപ്പിക്കാറുള്ള, എതിരാളികളെ നിഷ്പ്രഭരാക്കാറുള്ള ടോസ്റ്റ് മാസ്റ്റർ നിസാമുദ്ദീനാണ്. The project title is My Life Journey. The purpose of the statement for the speech is, the purpose of this project is for the member to introduce himself to the club and learn the basic structure of a public speech. There is a note for the evaluator. The member is completing his first speech in Toastmasters. The goal of the evaluation is to give the member an effective evaluation of his speech and delivery style. To Qatar consulate, search for a job in Qatar. That young one is Nizamuddin, standing in front of him. My brother, as he wished, he became a good businessman, a successful role model back in India. Almost 100 times of my earnings he earned from India, doing various types of business. His dreams accomplished. I also got my dreams accomplished. Today, I am completing almost 25 years in Qatar. Toastmaster of the day, fellow Toastmasters and guests, good evening. Good evening. I come from Kottayam, the land of latex letters and lakes. Kottayam is also known as the city of mural, city of letters. I was born and brought up in Kummanam, 2 kilometers away from Qatar district. My father's name is Marhum B.K. Abdul Khader. He passed away 5 years ago. And my mother is K. Sainama. I have 8 siblings. That time there was no family planning in our area. Almost everybody had, especially we live in the middle of a Christian society. They do have
14 to 15 kids that time. So my father was competing with them. Today, everybody has one or two kids. So this was almost, I'm talking about almost 50 years ago, story of a village. Our area is very close to the world-renowned tourist spot called Kumaralam. Kumaralam is one of the beautiful places you could visit, panoramic backwaters, and we don't share our border with the Arabian Sea or Western Ghats. We share our border with Vemanat lakes, and the eastern sides we have hills and hillocks. Only 65 kilometers away from the another tourist spot called Wagaman. My golden days was fantastic. My father was a rosewood exporter at that time. That time, one company called Sanyo was making television sets. We never knew about what was television. But he was sending rosewood to Japan to make that Sanyo that time. Life was easy. There was a car to drop me to school. There were elephants at home. There were trailers, trucks, accountants. Life was so easy. Servants, jersey, cows were there to give us milk. So rich life was there, but after some time, during the Morarji Desai's time, his exporting was banned because of rosewood exporting was, because of the raw wood he was exporting. Then I found in front of my eyes how our father lost all his earnings, and literally we were suffering that time. That was a blessing in disguise. We all kids decided to study very well, and father put each and everyone in the hostels, colleges, and we were really suffering that time. Even college fees was not paid sometimes. And I joined CMS College High School, the first English education institution in India itself. Then I completed my SSLC there. Then my father advised me, your future lies in Gulf, so you need to study Arabic. So I will put you in one college called Islahia College, Chairman. So I studied there 4 years. Because of my good character and conduct, the school college authorities called my father, because he was a close connection with them. They said that you take this kid from here as soon as possible. He is a nuisance and he is a headache for the institution. So that day I left to the college, came back to Kottayam. Every now and then I visited Calicut, completed my graduation with the first class. Then I came back to Kottayam. I completed my post-graduation from K9 College, Kottayam. Then I came to Qatar. Qatar, I used to go by walk most of the offices. That time my salary was 800 riyal, even I was not able to pay my taxi fare. But I was a hitchhiker. Every people I asked them, please give me a lift from Salvador, 50 degrees Celsius I was. Then after 50 times of hitchhiker sign, I used to get one car, then they drove me. That time I used to dream I should have a Land Cruiser. I said that I thought to myself, I will have all these fortunes. Slowly, steadily, I went here and there. I studied a lot of things from the various offices. After 1 year, I got a job in Qatar Islamic Insurance Company. Now, I completed almost 24 years in that company. I was the first employee of that company. So that time, Sheikh Hamad bin Nasser was there. I used to sit with him. So that we built up that great insurance company. We started with 20 million to today its assets around 1 billion. Almost 7 years back I joined Toastmasters. That changed my life completely. I used to have very few people, less than 10 people are in my friendship circle. Now in my mobile itself, more than 500 contacts were entered. Most of them I know them, and my public speaking skills were improved. And a lot of changes in my life. It benefited me.
And now I am traveling with my CEO across the world. Next week I am traveling to Singapore to present our company. Around 12 appointments, 12 companies, 12 presentations I have to make, different companies. So it helped me a lot. So ladies and gentlemen, if you think Toastmaster is something joke or you are wasting time, you are terribly wrong. If you really want to succeed, stick with this. That is what my message to you this evening. So ladies and gentlemen, I didn't talk about my wife and kids. I'm married to Anju, and my children's names are Anisa and Amina. 2 days back, they bid goodbye to Qatar. They left for good from Qatar. So they settled down in Kerala. Now I am alone, bachelor. I'm enjoying my life, buying food from Lulu, and sometimes I drink payasam. I'm very much happy here. I'm also every 2 weeks I'm planning to go to India and go and meet and come back. And definitely I will be in all Toastmasters platform from here after. Over to you, Chairman. On 3 of the demonstration talk. And the objectives of demonstration talk is prepare a demonstration speech to clarify, explain a process, product, or activity. Conduct the demonstration as part of the speech delivered without notes. Or terms. Then it goes in a straight path. It starts from a place and reach a destination. I had a curiosity to know how it happens. Most of us are driving car. We know how to drive car. But aircraft, I personally don't. Maybe you too. So I thought to understand how it functions or how it will fly. So to understand more about it, we have to know the aerodynamics forces. There are 4 types of forces: thrust, drag, lift, and weight. Thrust is a force to move forward. Drag is a controlling. The balance in the air, or aircraft will be balanced in the air with a drag. Lift is a pressure or a force to lift up the aircraft or take off. And weight, it is related to gravity, and there is gravity towards the earth. It's quite simple. So, of course, to run an aircraft, there should be an engine. Normally, most of the passenger flights will have 2 engines, both wings. It is positioned on the wings as marked with the red color. Propeller engine and jet engine. Fuel is used to run aircraft. Fuel is used to rotate the engine or run the engine. It rotates the propeller. In the propeller type aircraft, it moves the air backwards because of the propeller rotating. It creates thrust and it moves forward. Simple as that. Second is jet engine. In jet engine, the difference is there is no propeller outside. It attracts air inside. Here, there is a fan. It pushes the air inside. There are compressors, low pressure compressor and a high pressure compressor. Because of this rotation, air gets hot. Then this push backward. This forces the aircraft to run forward. That's called thrust. Now, after the engine, it needs wings to fly. Definitely, most of the aircraft has got 2 wings on the both sides, as marked. The wings, the air pressure is moving above and below the wings. The air moving above the wings has less pressure, and air moving below the wings has got more pressure or high pressure. So wings are adjusted to
control the pressure. So this helps to lift the aircraft. The engine runs, it creates pressure, there is a gravity towards the ground, then the engine runs in the higher speed. When it's go through the ground, then it gets speed, then wings will open, something like that. We may have seen sometimes. Okay, then it control the pressure, then it simply lift. After the wings, there is a wing profile called aerofoil. It causes difference in the pressure. Then there are stabilizers. Stabilizers are used to control the aircraft or fly straight. There are two types of stabilizers, vertical and horizontal. The horizontal stabilizers is in green color. This green colored part in the stabilizer is called elevator. Elevator is used to or help the wings to climb or dives down, or that means takeoff and landing. These two elevators will help the flight or wings to take off and land. And there is a red colored part, it's called a rudder. It's another stabilizer that's called a vertical stabilizer. This is helped to move left and right. The process is called yawing, moving left or right. Elevators movement is called pitching, takeoff and landing. It is called pitching. Then there is blue colored part here on the wings, that is called aileron. Ailerons are used so that the aircraft rolls left and right. Moving and rolls is different. It rolls like this. So these are the use of these different parts of the flight. There are control columns in the aircraft, that's in the cockpit. That is, a pilot is used to control the aircraft. The columns moving backwards causes the aircraft to take off. The column moving forward, the aircraft to pitch down. But in the modern aircraft, there is no columns used. Instead of the column, there are side stick. It is just similar to a joystick, but people use for games, children use for games. That is fitted in the cockpit. There is a rudder. Rudder we have seen in the last slide. It's a red colored part, that is vertical stabilizer. The rudder is controlled by pedals. There are left pedal and right pedal. Left pedal is used to turn left. Right pedal is used to turn right. So these pedals are also used to control the aircraft, for example, applying brakes and. So airplanes are driving or running in as per the navigation. Pilots are got a map. They have given a map. They know the path to drive or to the destination. That contains some information about the land, about mountains, the towers in the nearby area, the towns or rivers or whatever there in the area will be there in the map. They understand very well and they get signals from the transmitter, radioactive signals from the transmitter to set the path. Based on these signals, it moves using compass. It's moving towards the destination. Then, we all may have heard of traffic. We may have thought of flying during while driving, right? Maybe most of us in the traffic jam, and we thought of having take off and fly from the traffic from the road. So flying cars are coming.
the technology is on the way to introduce flying cars or aerial vehicles for a common man. The same technology is used for flying cars. So in future, this will be maybe used by many of these Toastmasters. So this basic information will help us to drive flying cars or aerial vehicles. And thank you. 200 രൂപയും തരാമോ? അച്ഛൻ പൊട്ടിത്തെറിച്ചു. 200 രൂപയ്ക്ക് വേണ്ടിയാണ് നീ ഇതൊക്കെ എന്നോട് ചോദിച്ചത്? ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് കാശുണ്ടാക്കുന്നത് നിനക്കറിയാമോ? അച്ഛൻ്റെ ഈ ആളുകൾ കേട്ട് മകൻ തലകുണിച്ച് നിലകണങ്ങളോടെ അവൻ്റെ മുറിയിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് ദേഷ്യം തണുത്തപ്പോൾ അച്ഛന് വിഷമം തോന്നി. ഞാൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. അവൻ അങ്ങനെ എന്നോട് കാശും ചോദിക്കാറില്ല, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരിക്കും. അങ്ങനെ ആലോചിച്ച് അദ്ദേഹം 200 രൂപ എടുത്ത് മകന്റെ മുറിയിലേക്ക് പോയി. അവൻ വിളിച്ചു, ഇതാ നീ ചോദിച്ച 200 രൂപ. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞതാണ്, സോറി. ഈ രൂപ കണ്ടതോടെ മകന്റെ മുഖം സന്തോഷത്തോടെ വിളർന്നു. താങ്ക് യു അച്ഛ, താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തലേണ കടയിൽ നിന്ന് മുഷിഞ്ഞ ചുളുങ്ങിയ 10 രൂപയുടെയും 50 രൂപയുടെയും നോട്ടുകൾ തപ്പിയെടുത്ത് എണ്ണിക്കൂട്ടി അച്ഛനെ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് 500 രൂപയുണ്ട്, അച്ഛന് 1 മണിക്കൂർ എനിക്ക് തരുമോ എന്ന്. നമ്മളെ സ്നേഹിക്കുന്നവർക്കും സമയം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ കെട്ടിപ്പടുക്കുന്നതും വെട്ടിപ്പിടിക്കുന്നതുമെല്ലാം വെറുതെ ആവില്ല. പ്രിയപ്പെട്ട ടോസ്റ്റ്മാസ്റ്റർമാർ അവർക്ക് വളരെ വിനീതമായ നമസ്കാരം. എനിക്ക് കിട്ടിയിരിക്കുന്ന വിഷയം ധനമാണ്, സമയമാണ്. ധനം വളരെ അർത്ഥവത്തായ ഒരു വിഷയമാണ്. ലോകം ചലിപ്പിക്കുന്നതിന് ഈ ധനം എന്ന വസ്തുവിലുണ്ട്. അപ്പം അത് കൃത്യതയോടുകൂടി ഉപയോഗിച്ച് ഓരോ മിനിറ്റിലും കാശുകൾ സമ്പാദിച്ചു കൊടുക്കുന്ന ആളുകൾ അത് വിരിച്ചിൽ ആ അർത്ഥത്തിൽ തന്നെ. കാരണം അവരുടെ നേരത്തെ പറഞ്ഞു വെച്ച 1 മണിക്കൂറിന് തൻ്റെ അച്ഛൻ 500 രൂപ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ അതേ കേസിൽ തൻ്റെ ദിവസത്തെ 24 മണിക്കൂർ കൊണ്ട് എത്ര കണ്ട് ദിനം സമ്പാദിക്കാൻ കഴിയുമെന്ന് ലോകത്ത് തെളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾക്ക് ജീവിക്കുന്നത്. പക്ഷേ നമ്മളൊക്കെ മറന്നു പോകുന്നൊരു കാര്യം, നേരത്തെ ഇതേ ടോസ്റ്റ്മാസ്റ്റർ തന്നെ അവതരിപ്പ് പറഞ്ഞതുപോലെ നമ്മുടെ സമയത്തിൻ്റെ ആ വാല്യൂ, അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവർക്ക് വേണ്ടി സമയം അനുവദിക്കാനുള്ള അവസരം ഈ നെട്ടോട്ടത്തിനിടയിൽ നമുക്ക് നഷ്ടപ്പെടുന്നു. കാരണം നമ്മൾ നയിക്കുന്ന ഘടകം ഈ സമ്പത്താണ്. അപ്പം അതിനിടയ്ക്ക് നമുക്ക് പ്രിയപ്പെട്ടതൊക്കെ നമ്മൾ അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിലൂടെ ഒന്ന് ചെയ്യുന്നു. അപ്പം എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ധനം സമ്പാദിക്കാം, പക്ഷേ അതിനും ഒരു പരിധിയും ലിമിറ്റും നമ്മൾ മനസ്സിലുണ്ടായിരിക്കും. നമുക്ക് വേണ്ടപ്പെട്ടതും ഇഷ്ടപ്പെട്ടതും ചെയ്യാൻ ആഗ്രഹിക്കുന്നതൊക്കെ ഈ 24 മണിക്കൂറിലെത്തുന്നു സമയബന്ധിതമായി ചെയ്യാൻ കഴിയട്ടെ നമ്മളൊക്കെ എന്ന് ആശംസിച്ചു എൻ്റെ വാക്കുകൾക്ക് തിരിച്ചു നിർത്തുന്നു. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കൈ എവിടെയാണ് എത്തുന്നത്? നമ്മളെ നേരം കവരുന്ന ഏറ്റവും വലിയ സാധനമാണ് ഇന്ന് മൊബൈൽ ഫോൺ എടുത്ത് വാട്സപ്പ് മെസ്സേജ് നോക്കുക, ഫേസ്ബുക്ക് നോക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കുന്നത്. സമയത്തിൻ്റെ അളവെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കണക്ക് കൂട്ടാം. ശമ്പളം തരുന്നത് ചിലപ്പോൾ ഫേസ്ബുക്കോ അല്ലെ വാട്സപ്പോ എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഗ്രൂപ്പുകളും എടുത്ത് ഒരു ഫോണിൽ മാറ്റിയിട്ട് ആ ഫോണിൽ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ വണ്ടിയിൽ അല്ലെങ്കിൽ വീട്ടിൽ എത്രയോ ദിവസങ്ങളിൽ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, ഈ ഗ്രൂപ്പുകളൊന്നും നോക്കിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവും എന്നുള്ളത്. ടോസ്റ്റ് മാസ്റ്റേഴ്സിനെ മുഴുവനും ഒരു ഫോണിലിട്ടപ്പോൾ ഇപ്പോൾ 2 ദിവസത്തിൽ ഒരിക്കൽ നോക്കിയാൽ ഒരു പ്രശ്നമില്ല എന്നുള്ളത് മനസ്സിലായി. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല എന്നുള്ളത് ഇപ്പം അടുത്ത കാലത്താണ് മനസ്സിലായത്. വേണ്ട ആവശ്യമുള്ളവർ നേരിട്ട് വിളിച്ച് സംസാരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ. അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും ഒരു തീരുമാനം എടുക്കുക, ഈ വാട്സപ്പും ഫേസ്ബുക്കും കുറച്ച് അകർത്തി വെച്ചുകൊണ്ട് നമുക്ക് നേരിട്ട് സംവദിക്കാം എന്നുള്ളൊരു സന്ദേശം. ടോസ്റ്റ് മാസ്റ്റർ, മറ്റു ടോസ്റ്റ് മാസ്റ്റേഴ്സ് എല്ലാവർക്കും നമസ്കാരം. എനിക്ക് കിട്ടിയിരിക്കുന്ന വിഷയം നേരം നമ്മളെ കൊല്ലുന്നു, നേരം കൊല്ലാനുള്ള വഴികളെ പറ്റി നാം ആലോചിക്കുമ്പോൾ നേരം നമ്മെ കൊല്ലുന്നു.
നേരം കൊല്ലാനുള്ള വഴികൾ നമ്മൾ ആലോചിക്കുമ്പോൾ നേരം നമ്മളെ കൊല്ലുകയാണ്. Time is not precious. It is how you use is precious. ഇതൊരു ഫേമസ് കോട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് നേരമാണ് വളരെ പ്രീഷ്യസ്, അതാണ് വലിയ സംഭവം. പക്ഷേ എല്ലാവരും മറക്കുന്ന ഒരു വിഷയമുണ്ട്, നമ്മൾ എങ്ങനെ അത് ഉപയോഗപ്പെടുത്തുന്നു. നേരത്തെ നമ്മൾ ടോസ്റ്റ് മാസ്റ്റർ പറഞ്ഞ മാതിരി വാട്സപ്പും ഫേസ്ബുക്കും നമ്മൾ വിചാരിക്കും നമ്മൾ വലിയൊരു ആർട്ടിക്കിൾ എഴുതാൻ പോവുകയാണ്, അല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി വലിയൊരു അറിവ് എഴുതാൻ പോവാണ്. പക്ഷേ നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോൾ വേറെ ലിങ്കിലേക്ക് പോകുന്നു. കുറച്ച് എഴുതുന്നു, നമ്മൾ വിചാരിക്കും ഒരു 2 മിനിറ്റ് ഇതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്യാം. നമ്മൾ ഒരു ടാബ് തുറക്കുന്നു, മറ്റു ടാബിലേക്ക് പോകുന്നു. ഇങ്ങനെ നമ്മൾ നേരത്തെ കൊല്ലുകയാണ്. പക്ഷേ നമ്മൾ അറിവാണ് നമ്മൾ നേടുന്ന വിചാരിച്ച് നമ്മൾ നേരെ നമ്മളെ കൊല്ലുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, സമയം എല്ലാവർക്കും 24 മണിക്കൂറുണ്ട്. പക്ഷെ നിങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു? ബിൽ ഗേറ്റ്സ് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു? ഞാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു? എല്ലാവർക്കും ഒരു സമയം ഉണ്ടാവും. 24-ാം വയസ്സിൽ അദ്ദേഹം വലിയൊരു കമ്പനിയുടെ മുതലാളിയായി. എന്തുകൊണ്ട് നിങ്ങളായില്ല? കാരണം രണ്ടുപേർക്കും 24 മണിക്കൂറുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തില്ല? അദ്ദേഹം കഷ്ടപ്പെട്ട മാതിരി നമ്മളും കഷ്ടപ്പെട്ടില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നഷ്ടപ്പെട്ടു പോയ സമയം തിരിച്ചു കിട്ടില്ല എന്ന് ഇപ്പോൾ മറ്റു ടോസ്റ്റ് മാസ്റ്റേഴ്സ് പറഞ്ഞ മാതിരി തന്നെ അത് തന്നെയാണ് ഒന്നി പറയാനുള്ളത്. നമ്മൾ മൊബൈലിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും നമ്മുടെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും തിരിച്ചു കിട്ടില്ല. സാധാരണ പറയുന്ന പോലെ നമ്മുടെ ഓരോ സമയം ഓരോ ദിവസം കഴിഞ്ഞ് നമ്മൾ ഓരോ ആയുസ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തന്നെ ഞാൻ ടോസ്റ്റ് മാസ്റ്റർ ഇതിൽ ജോയിൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെ കുറച്ചായിരുന്നു. കഴിഞ്ഞ ആഴ്ച വരാൻ കഴിഞ്ഞില്ല. അതിന് മുമ്പത്തെ പ്രാവശ്യമാണ് വന്നത്. ഇന്ന് ഞാൻ വരാൻ കഴിയില്ല വിചാരിച്ചത്. ഞാൻ അടുത്ത ആഴ്ച പോയാലെന്ന് വിചാരിച്ചു. പക്ഷെ എങ്കിലും ഞാൻ നിന്നോട് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ലേറ്റാവും എന്നാലും വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരരുത്. കാരണം അത് മാറ്റി വെച്ചാൽ നമ്മുടെ സമയം നഷ്ടപ്പെട്ടു വേണം. നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ പിന്നീട് ചെയ്യാൻ കഴിയില്ല. അത് അലസതയുടെ ഒരു സിമ്പിളും കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമയത്തെ എല്ലാവരും അതിൻ്റെതായ മൂല്യത്തോടുകൂടി കാണണം എന്ന് ഓർമ്മിച്ചു. നിങ്ങൾക്ക് നമസ്കാരം. അമ്മയെ തല്ലിയാലും 2 ഭാഗമുണ്ട് എന്ന് പറയുന്നത്. ഇന്നത്തെ ജനറേഷൻ എല്ലാ ആളുകളും ടെക്നോളജിയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെക്നോളജിക്ക് കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ ACS അവതരിപ്പിച്ച ഷാജി ഘോഷ് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഫ്ലൈയിങ് കാറുകളാണ്. തീർച്ചയായും നമ്മളെല്ലാവരും അത് ആഗ്രഹിക്കുന്നു. ഈ സോഷ്യൽ മീഡിയ എവിടെയാണ് നമ്മളെ കൊല്ലുന്നത്? നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടാനുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന്. ആ ഇൻഫർമേഷൻ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. പറഞ്ഞ സമയം എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫ് എല്ലാവരും ചോദിക്കും, 24 മണിക്കൂറും വാട്സപ്പിലാണല്ലോ. കുറച്ച് സമയം ഞങ്ങൾക്ക് താഴുന്നു. കാരണം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു 27 ദിവസം ആണ് ഇവിടെ ഉണ്ടാകുന്നത്. ഈ 27 ദിവസത്തിൽ എൻ്റെ കമ്പനി കാര്യങ്ങളും മറ്റു കാര്യങ്ങളും വരണമെങ്കിൽ എനിക്ക് ആശ്രയിച്ചേ പറ്റൂ. ഓരോ മെസ്സേജ് വരുന്നത് നോക്കിയേ പറ്റൂ. ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം 1 മാസം മാറ്റി വെച്ചാലും ATMൽ കാർഡ് ഇട്ട് കഴിഞ്ഞാൽ കാശ് അമ്പ് വരും. നമുക്കത് വരാനില്ല. അപ്പം നമ്മൾ സോഷ്യൽ മീഡിയ എല്ലാത്തിനെയും നമ്മൾ വിമർശിക്കുന്നത് ഒരു പരിധി വരെ അത് കൈവിട്ടു പോകും. ന്യൂ ജനറേഷൻ ആളുകൾ ഇതിനെ ഉപയോഗിക്കുന്നത് ദുരുപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവരിൽ നിന്ന് നല്ല ആൻസർ ഇതും വരുന്നുണ്ട്, അതോടൊപ്പം ചീത്തത് വരുന്നു. ഒരു ട്രെൻഡാണ് ട്രോൾ ഇറക്കുക എന്ന് പറഞ്ഞാൽ. ഞാനിവിടെ എങ്ങനെ സംസാരിച്ചു അതിൻ്റെ ഓപ്പോസിറ്റ് ട്രോൾ ഇറക്കാനാണ് ന്യൂ ജനറേഷൻ ആളുകൾക്ക് താല്പര്യം. അപ്പോൾ ആ ട്രോളുകളിൽ നമ്മളെല്ലാം മതിമറക്കുന്നു. മുതിർന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ സോഷ്യൽ മീഡിയ കൊണ്ട് തലവേദനയാണെന്ന് എഴുതി തള്ളുന്നു. അത് നമ്മൾ ഏറ്റുപിടിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ ടെക്നോളജി ഇല്ലെങ്കിൽ നമ്മളിവിടെ ഇരിക്കുന്ന ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇല്ല. ഇന്നിവിടെ ഈ മീറ്റിംഗ് ഒരു സോഷ്യൽ മീഡിയയിലൂടെ എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഇന്ന് ഞാൻ റോൾ എടുത്തത്. എനിക്ക് അജണ്ട കിട്ടിയത്, എല്ലാ കാര്യങ്ങളും എനിക്കറിയാൻ പറ്റിയത്. അതുകൊണ്ട് ഒരിക്കലും സോഷ്യൽ മീഡിയയെ ഒരു നെഗറ്റീവായിട്ട് ആരും കാണരുത്. അതിൻ്റെ നല്ല ഭാഗങ്ങളെ ഓർത്തെടുക്കുക. വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, ടോസ്റ്റ് മാസ്റ്റേഴ്സ്, വിനീതമായ നമസ്കാരം.
നേരമാണ് ജീവിതം എന്ന വിഷയം പലപ്പോഴും നാം ഓർക്കാറുണ്ട്. ജീവിതത്തിൽ സമയമില്ല, ഒന്നും ചെയ്ത് തീർക്കാൻ സമയം തികയുന്നില്ല എന്ന്. അതൊരു വെറും പാഴ്വാക്ക് മാത്രമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ജീവിതത്തിൽ എല്ലാവർക്കും 24 മണിക്കൂർ തന്നെയാണ് കിട്ടുന്നത്. പ്രധാനമന്ത്രി ആയിക്കൊള്ളട്ടെ, പാവപ്പെട്ട ഒരു കൂലിപ്പണിക്കാരനായിക്കോട്ടെ, ആരായിരുന്നാലും ഒരു ദിവസം 24 മണിക്കൂർ തന്നെയാണ് എല്ലാവർക്കും കിട്ടുന്നത്. അതിന് എത്ര നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് കുറച്ചുകൂടി നല്ലത് എന്താണ് വേണ്ടാത്തത് എന്ന് ചിന്തിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഉത്തമം. കാരണം എന്തും ഒരു വിരൽത്തുമ്പിൽ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണിത്. എന്ത് വേണമോ ഒന്നും എല്ലാം നോക്കിയാൽ എല്ലാം കിട്ടും. ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ആണെങ്കിൽ കലികാലത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, എനിക്ക് വേണ്ടാത്തതിനെ അവോയ്ഡ് ചെയ്തിട്ട് മാറ്റി നിർത്തി ഒഴിവാക്കിയിട്ട് സമയം കണ്ടെത്തുക. എന്നിരുന്നാൽ മാത്രമേ വേണ്ടത് ചെയ്യാൻ സമയം ഉണ്ടാവൂ എന്ന് മനസ്സിലാക്കുക. കാരണം ക്വാളിറ്റി ടൈം ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തം വളർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ കാര്യം നമ്മൾ തന്നെ ചെയ്തേ പറ്റൂ. അത് വേറൊരാൾ വന്ന് പഠിപ്പിക്കുകയില്ല, വേറൊരാൾ ചെയ്തു തരികയില്ല. അപ്പോൾ നമ്മളെ പറ്റിയൊരു അവബോധം നമുക്ക് സ്വയം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നിരുന്നിട്ട് തന്നെ, കാരണം ഏറ്റവും പ്രയോറിറ്റി നമ്മുടെ ഫാമിലിക്കാണ് കൊടുക്കേണ്ടത്. പിന്നെ ഹെൽത്ത്, പിന്നെ ജോലി, പിന്നെ സമ്പത്ത്, എന്നിട്ട് മാത്രമേ സോഷ്യൽ കമ്മിറ്റ്മെന്റ്സോ എന്തും വരുന്നുള്ളൂ. ആ ഒരു പ്രയോറിറ്റൈസേഷൻ തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ടൈം മാനേജ്മെന്റിന്റെ ഘടകമായി മാറേണ്ടത്. എന്നിട്ടുണ്ടെങ്കിൽ തന്നെയാണ് നല്ലൊരു മനോഹരമായ ജീവിതം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കുക, നേരമാണ് ജീവിതം എന്ന വാക്കിൽ ജീവിതത്തിന് വേണ്ടി നെട്ടോട്ട് കൂടുമ്പോൾ ജീവിക്കാൻ മറന്നു പോകാൻ നല്ലൊരു വാക്ക് പറയാൻ പോലും പറ്റില്ല. എങ്ങനെയാ സ്പീക്ക് നന്നാക്കാന്നുള്ളത് ഒരു നിർബന്ധമില്ല. ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ രാഷ്ട്രം പറയുന്നത് ഇവാലുവേറ്റർ എന്തായാലും ഒരു നല്ല ഇത് കൊടുക്കണമെന്ന്. കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ കൊടുത്താൽ മതി. അല്ലെങ്കിൽ നല്ല വാക്കുകൾ മാത്രം പറയാം ഒരു സ്പീക്കറിന്. നമുക്കത് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഫൈൻ, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെങ്കിൽ ഒരു മൂല്യനിർണ്ണയം നടത്തിയതിനു ശേഷം എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ദയവ് ചെയ്ത് പറയണം. ഇതിൽ വേറൊരു വശം കൂടിയുണ്ട്. മൂല്യനിർണ്ണയം നടത്തുന്നിരിക്കുന്ന ഒരു ഇവാലുവേറ്റർ 5 മുതൽ 7 മിനിറ്റ് സമയം ഭംഗിയായിട്ട് ആ സ്പീച്ച് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നല്ലൊരു അഭിപ്രായം പറയാനുള്ള അവസരം അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് അത് കേൾക്കണം എന്നുള്ളത് ആണ് അതിന്റെ പ്രസക്തി. ഇത്രയും പറഞ്ഞുകൊണ്ട് ബഹുമൂല്യകർത്താവ് എന്നുള്ള നിലക്ക് എനിക്ക് 3 ഉത്തരവാദിത്തങ്ങളാണ്. ഒന്ന്, ഇന്നത്തെ പ്രസംഗത്തിന്റെ മൂല്യനിർണ്ണയം നടത്താം എന്നുള്ളതാണ്. രണ്ടാമത്തത്, റോൾ പ്ലേസ്. എന്താ മലയാളത്തിൽ പറയാം റോൾ പ്ലേസ്? ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ആൾക്കാരുടെ റിപ്പോർട്ട്സ് വാങ്ങാം. മൂന്നാമത്തത്, എൻ്റെ അഭിപ്രായം ഇന്നത്തെ മീറ്റിങ്ങിനെ പറ്റി പറയാനുള്ളതാണ്. ആദ്യത്തെ ഘടകത്തിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പ്രസംഗം നടത്തിയത് ടോസ്റ്റ് മാസ്റ്റർ നിസാമുദ്ദീനാണ്. പാത്വേസിന്റെ ആദ്യത്തെ പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റ് ഇവാലുവേറ്റ് മൂല്യം നടത്താൻ ഭംഗിയായി നടത്തുന്ന ഒരു ഇവാലുവേറ്റർ ഉണ്ട്. കൈയോടെയോടെ well-structured speech. Let us all stand up as an indication of respect to his icebreaker and practice. Please be seated. See, we saw that the ice has melted. Now the water will flow away through the pathways. We are waiting for that Toastmaster is asking. You narrated your speech with a beautiful opening and a body and a conclusion as required for a chronological speech. You explain about the young, that of your family, the dreams. You are a young one coming from Kottayam, city of latex. There was a very good balance between the speech preparation and the spontaneity of your speech delivery. Well admired. It was really appealing that how he has put each of the concepts one after the other. And I was so impressed that you brought some humorous touch into your speech by saying that your father was competing to one of them to have more children. It was really brought some interest towards audience. And your body language was very appealing, very confident, and you were very well audible to the last end. Very good eye contact. And the most beautiful part was
The way you were strengthening your hands over this was something very attractive to me. As an evaluator, I would like to recommend a few suggestions that will help you to improve for your next project. My suggestion, you could have used the stage in a better way. Most of the time I saw that you were standing on a place instead of moving from one position to other position. For the icebreaker, it might not be needed, still it's a suggestion. It's a new technology for us, correct? Agreed? Yes. That was a very good demonstration speech delivered by Shaji Koshi. The speech title was How the Fight is Fight. The best part of the speech, if you go to an aeronautical college, we need 4 years to learn this. So this 4 years we compressed into 5 to 7 speech. So give it a big round of applause. And another best thing which I have seen, the good part is he came early, maybe 6:30 or 6:40 he came. He arranged, he made sure that everything is ready, projector is ready, his presentation is ready. Which everywhere it is busy. Because when people are calling for the presentation, people are coming here, that day computer will not work, projector will not work, 10 to 15 minutes sometimes losing. So that he made sure that it is everything ready. Best thing. And another best part, he came up with a project which he was also not sure about. So he has done very good homework to deliver that project, that demonstration project to the audience. Audience is not aware, even the presenter is also not aware about the subject. He has also not learned. So a new thing he learned himself and delivered. That's also a big thing. His body language was excellent because when the flight is going here and there, he was also showing the same thing. So those kind of things he included in his speech, and he has explained the different types of engine, propeller engine and jet engine. So these are the two types of engine. Now basically all engines are, I think, jet engines. ശക്തനും അശക്തനും എന്നുള്ള വാക്കുകളുടെ ഉപയോഗം. പിന്നെ ലാൻഡ് ഓഫ് ലാറ്റക്സ് ലെറ്റേഴ്സ്, അത് പിന്നെ വേറെ നല്ലൊരു യൂസ് ചെയ്യണം. പിന്നെ ബ്ലസ്സിംഗ് ഇൻ ഡിസ്ഗൈസ്, കുറേ നല്ല വാക്കുകളാണ് തോന്നുന്നത്. പിന്നെ തെറ്റായ ഉപയോഗം എന്ന് പറഞ്ഞാൽ പിടിക്കുന്നത് എന്ന് പറയുന്നത്, കെട്ടിപ്പടുക്കുന്നത്. പിന്നെ ഘടകം, ഒരു ഘടകം. നിങ്ങൾ ഇനി എങ്ങനെയാ പറയാൻ പാടുള്ളൂ? എനിക്ക് പറ്റില്ല എന്ന് പറയുന്നത് അങ്ങനെ പറയണം. പിന്നെ സമയത്തെ പറ്റി ഇറ്റാലിയൻ ആരാ പറഞ്ഞത്? ആദ്യമായി പറഞ്ഞു ഡൽഹി. ഓക്കെ ഓക്കെ. ഇനിയിപ്പം നിസാമുദ്ദീൻ, 3 പേര് എത്ര പേരായിരുന്നു വന്നിരുന്നു? ഓക്കെ ഓക്കെ. വളരെ അറിയപ്പെടുന്ന, ഇപ്പം കേരളത്തിലൊക്കെ ചർച്ച ചെയ്യുന്നൊരു സ്ഥലം ആണ് സ്വദേശം. എവിടെയാണ് എത്ര വർഷമായി ഖത്തർ? ഓക്കെ. അടുത്ത ഷാജി ബഷീർ, അവിടെ രണ്ടുപേരും സ്റ്റെബിലൈസർ എത്ര? സ്റ്റെബിലൈസർ എത്ര? പിന്നൊരു വാക്ക് യാവിങ്. യാവിങ് എന്താണ് സാധനം? മൂവ്മെന്റ്. പിന്നെ അച്ഛനോട് മകൻ ചോദിച്ച് വാങ്ങിയ കാശ് സമയത്തിന് എത്ര ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടോ? 2 ഫോൺ. ഷെബീർ പറഞ്ഞ ഒരു ബിസിനസ്സുകാരുടെ പേര് പറഞ്ഞു. ബിൽ ഗേറ്റ്സ്. ഓക്കെ. റഫീഖ് പറഞ്ഞത് ഒരു സിമ്പിളായിട്ട് പറഞ്ഞു. എന്തായിരുന്നു? ഓക്കെ. അലസത. ഓക്കെ. 100 ലാഖ് പറഞ്ഞ് ന്യൂ ജനറേഷന്റെ താല്പര്യം എന്തായിരുന്നു? ഓക്കെ ഓക്കെ. സബീന പറഞ്ഞ ഒരു വാക്ക്, ഉപയോഗിച്ച വാക്ക് എന്ത് വാക്ക് എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചത്? ആ വാക്കിനെ എന്ത് വാക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഉപയോഗിച്ചത്? പായ്വാക്ക്. ഓക്കെ. പൊതുമൂല്യ 2 ഉദാഹരണം പറഞ്ഞു. പൊതുമൂല്യ കർത്താവ് 2 ഉദാഹരണം പറഞ്ഞു. ടോസ്റ്റ് മാസ്റ്ററിന്റെ
മൂല്യനിർണ്ണയം നടത്തുന്നതിന് പറ്റി അത് നടത്തി കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ സബീന നിസാമുദ്ദീൻ നൽകിയ സജഷൻ എന്തായാലും പറഞ്ഞത് ഷാജി ബഷീയുടെ ഈ ക്ലാസ്സിനെ പറ്റി പറഞ്ഞു 7 മിനിറ്റ് കൊണ്ട് നടത്തിയ ഈ ക്ലാസ് 4 കൊല്ലം അർത്ഥം പറഞ്ഞിട്ടാണ് മുന്നോട്ട് പോകുന്നത്. മലയാളം ക്ലബ്ബിലാവുമ്പോഴേ നമ്മൾ ഇഷ്ടം പോലെ ഇംഗ്ലീഷ് വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അതെങ്ങനെ കുറക്കുക എന്നുള്ളത് ഒന്ന് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അത് വ്യാകരണകർത്ത ഒന്ന് നോട്ട് ചെയ്യാൻ പറ്റും. എത്ര ഇംഗ്ലീഷ് വാക്കുകൾ ഒരു പ്രസംഗികൻ ഉപയോഗിച്ചു എന്നുള്ളത് എനിക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോഴേ അതൊരു നല്ലതാവുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ലിസണ കേൾവിക്കാരൻ അപാരം. മീറ്റിംഗിൽ വേറെ ആരും കേട്ടില്ലെങ്കിൽ കേൾവിക്കാരൻ്റെ മുഴുവൻ മീറ്റിംഗ് നിർത്തിയോടെ കേട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നല്ലൊരു കൈയ്യടി കൊടുക്കാം. വ്യാകരണകർത്താവിന് നല്ലൊരു കൈയ്യടി. ഇന്നത്തെ പൊതുവായ മീറ്റിങ്ങിനെ പറ്റിയിട്ട് അഭിപ്രായം പറയുകയാണെന്ന് വെച്ചാൽ മീറ്റിംഗ് തുടങ്ങിയത് 10 മിനിറ്റ് ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും ഇത്രയും ആളുകളുള്ള മീറ്റിംഗ് ഇന്ന് ഖത്തറിൽ വളരെ കുറവായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്. എവിടെ എന്നിരുന്നാൽ പോലും നമ്മുടെ മീറ്റിംഗ് സമയത്തിന് തുടങ്ങുന്നത് വളരെ അത്യാവശ്യമാണ്. ഒന്ന്. രണ്ടാമത്തത് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. മിഷൻ സ്റ്റേറ്റ്മെന്റ് വായിച്ചു, സെക്യൂരിറ്റി ബ്രീഫിംഗ്സ് കൊടുത്തു, ശൗചാലയങ്ങൾ എവിടെയാണെന്ന് വിവരിച്ചു, എല്ലാ കാര്യങ്ങളും. പിന്നെ പ്രസിഡന്റ് വേറൊരു രീതിയിൽ തന്നെ ഇതെല്ലാം ഒരു ഗസ്റ്റിന് അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് ടോസ്റ്റ് മാസ്റ്റർ ഓഫ് ഡേനെ കൈമാറുകയും ടോസ്റ്റ് മാസ്റ്റർ ഓഫ് ഡേ ഇന്നത്തെ വിഷയത്തിന്റെ മുകളിൽ ഉറച്ചു നിൽക്കുകയും വർഷത്തിൽ നിന്ന് പുറത്തു പോകാതെ പല കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് സംസാരിക്കുകയും ചെയ്ത ടോസ്റ്റ് മാസ്റ്റർ ആദ്യമായിട്ട് ചെയ്ത ടോസ്റ്റ് മാസ്റ്റർ ഓഫ് ഡേ നല്ലൊരു സ്പീക്കർ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതിന്റെ മൂല്യനിർണ്ണയം നടത്തുകയോ ചെയ്ത ഇവാലുവേറ്റേഴ്സ് വളരെ ഭംഗിയായിട്ട് ചെയ്തു. അവർക്ക് 2 പേർക്കും നല്ലൊരു കഴിയും. പ്രസംഗം അവതരിപ്പിച്ച ടോസ്റ്റ് മാസ്റ്റർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത് തോട്ട് പ്രോസസ്സിംഗ് ഓർഗനൈസേഷൻ അബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ 3 ടേബിൾ ടോപ്പിക്സിന്റെ ഉദ്ദേശം തന്നെ. അത് ഉദ്ദേശം നിറവേറണമെന്നുണ്ടെങ്കിൽ ഈ സംഗതി കറക്റ്റായിട്ട് കേൾക്കണം, 2 പ്രാവശ്യം പറയണം. അല്ലാതെ വളരെ ഭംഗിയായിരുന്നു, നല്ലൊരു കൈയ്യടി കൊടുക്കുക. കൂട്ടുകാരോടൊപ്പം സമൂഹത്തിന് വേണ്ടിയും ദൈവമാർഗത്തിലും. പക്ഷെ അത് കൂട്ടുകാരോട് സമയം ചിലവഴിച്ച് കുടുംബത്തെ മറക്കാനും പാടില്ല. അതേപോലെ തന്നെ ഞാനും എന്നോടും തട്ടാനും എന്ന് കരുതി സമൂഹത്തെ പാടെ അവഗണിക്കാനും പാടില്ല. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും മറക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ പലപ്പോഴും ഓവർലുക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ആരോഗ്യ പരിപാലനത്തിന് സമയം ചെലവഴിക്കുക എന്നുള്ളത്. വ്യായാമം ചെയ്യാനും ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. പ്രോക്രാസ്റ്റിനേഷൻ അഥവാ കാര്യങ്ങൾ നീട്ടിവെക്കൽ എന്നുള്ളത് എന്നെപ്പോലെ തന്നെ മറ്റു പലരെയും പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. കൃത്യമായ ആസൂത്രണവും അനാവശ്യ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് സമയം ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയും. സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം എത്രത്തോളം പ്രൊഡക്റ്റീവാണ് എന്നുള്ളതിനെ പറ്റി ഒരു ആത്മവിമർശനം നടത്തുന്നത് നല്ലതായിരിക്കും. Yesterday is gone. Tomorrow is yet to come. We have today. Let's begin. ഇത് പറയുന്നത് മദർ തെരേസയാണ്. ജീവിതത്തിൽ യഥാർത്ഥത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങളിൽ സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് സമയത്തെ നേരായി വിനിയോഗിക്കാനുള്ള ഒരു മാർഗം. കാരണം